നെക്സ്റ്റ് മോർണിംഗിൽ ഒരു സ്പെഷ്യൽ ട്രെയിനിങ് ഡിറ്റാച്ച്മെന്റിന് വേണ്ടിയിട്ട്, അതായത് ഇവരുടെ ആ ഒരു സ്പെഷ്യൽ മിഷന് വേണ്ടിയിട്ട് എല്ലാവരും കൂടെ ഒന്നിച്ചു കൂടിയേക്കാണ്. ഈ സമയം അഡ്മിറൽ ബെയ്റ്റ്സും നമ്മുടെ എയർ ബോസും അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ശേഷം നമ്മുടെ നായകനായിട്ടുള്ള ക്യാപ്റ്റൻ പീറ്റ് മാവറിക് മിച്ചലിനെ ഇവരുടെ ഒരു ടീമിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഇദ്ദേഹമാണ് നിങ്ങളുടെ ഈ ഒരു സ്പെഷ്യൽ ട്രെയിനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഇൻസ്ട്രക്ടർ. ബാക്കി കാര്യങ്ങളൊക്കെ ഇദ്ദേഹം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരും എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ നായകൻ സംസാരിച്ച് തുടങ്ങുകയാണ്. നിങ്ങളെല്ലാവരും തന്നെ പ്രഗത്ഭരായിട്ടുള്ള ടോപ്പ് ഗണ്ണിലെ പൈലറ്റ്സ് ആണ്. അതുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. പ്രത്യേകമായി നിങ്ങൾക്ക് F-18 കുറിച്ച് ഒരുപാട് നോളജ് ഉള്ളവരുമാണ്. മാത്രമല്ല F-18 ഒരു കംപ്ലീറ്റ് ഇൻസ്ട്രക്ഷൻസ് മാനുവൽ നമ്മുടെ നായകന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ശേഷം അദ്ദേഹം പറയുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനെക്കുറിച്ചുള്ള കറക്റ്റ് ഇൻഫർമേഷൻ ഉണ്ടല്ലോ, ഇതിനെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും A to Z നിങ്ങൾക്ക് അറിയാം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മുടെ ടോപ്പ് ഗൺ പൈലറ്റ്സ് എല്ലാവരും തന്നെ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എല്ലാം അറിയാം എന്നുള്ള രീതിയിൽ തലകുലുക്കുകയും ചെയ്യും. ഉടൻ തന്നെ നമ്മുടെ നായകൻ ഈ ഒരു ഇൻസ്ട്രക്ഷൻസ് മാനുവൽ എടുത്ത് ഡസ്റ്റ്ബിന്നിലേക്ക് ഇടുകയാണ്. ഇത് കാണുമ്പോൾ തന്നെ ടോപ്പ് ഗൺ പൈലറ്റ്സ് എല്ലാം വളരെ ആകാംക്ഷയോടുകൂടി തന്നെ നമ്മുടെ നായകനെ നോക്കിയിരിക്കുകയാണ്. എന്താണ് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ഉടൻ തന്നെ നമ്മുടെ നായകന്റെ മറുപടി, നിങ്ങൾക്ക് F-18 കുറിച്ച് എന്തൊക്കെ അറിയാം അതൊക്കെ നിങ്ങളുടെ ശത്രുക്കൾക്കും അറിയാൻ പറ്റും. നമുക്കിവിടെ വേണ്ടത് നിങ്ങൾക്ക് എന്താണ് ഒരു പൈലറ്റ് എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് എന്താണ് F-18 കൊണ്ട് നിങ്ങളുടെ സ്കില്ലിന് അനുസൃതമായിട്ട് ചെയ്യാൻ സാധിക്കുക, അതാണ് നമുക്കിവിടെ വേണ്ടത്. മാത്രവുമല്ല, നമ്മൾ ഈ ഒരു മിഷന് വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോഴത്തേക്ക് അവരുടെ കയ്യിലുള്ള ഡിഫൻസ് മിസൈൽസും 5th ജനറേഷൻ ഫൈറ്റേഴ്സും ഒക്കെയാണ് പ്രതിരോധത്തിന് വേണ്ടി അവരുടെ കയ്യിൽ ഉള്ളത്. ഇതിനെയൊക്കെ മറികടന്നാണ് നമ്മൾ അറ്റാക്ക് ചെയ്ത് മിഷൻ കംപ്ലീറ്റ് ചെയ്ത് നമ്മുടെ ബേസിലേക്ക് തിരിച്ചെത്തേണ്ടത്. അതുകൊണ്ട് നിങ്ങൾക്ക് F-18 കുറിച്ച് എന്തറിയാം, എന്താണ് നിങ്ങളുടെ സ്കില്ലെന്ന് നമുക്കിന്നൊന്ന് സ്വന്തമായിട്ട് തന്നെ വിലയിരുത്താം. ഇത്രയും പറഞ്ഞ ശേഷം ഇവരുടെ ടീമിൽ 12 പേര് 2 ടീമുകളായി തിരിഞ്ഞ് നായകനെ വില്ലനാക്കിക്കൊണ്ട് ഒരു സ്പെഷ്യൽ ഡോഗ് ഫൈറ്റിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുക. ഡോഗ് ഫൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ ഉള്ള 2 ടീമിലെ ആരെങ്കിലും ഒരാൾ നായകന്റെ F-18 മിസൈൽ ലോക്ക് ചെയ്തു കഴിഞ്ഞാൽ ലോക്ക് ചെയ്യുന്നവർ ജയിക്കും, ലോക്ക് ചെയ്യപ്പെട്ടയാൾ തോൽക്കും. മാത്രമല്ല 200 പുഷപ്പും കൂടെ അയാൾ അടിക്കണം. അതാണ് ഈ ഒരു ഗെയിമിന്റെ നിയമം. പക്ഷെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നായകന് ഇത്രയും വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഈ 12 പേർക്കും നമ്മുടെ നായകന്റെ F-18 മിസൈൽ ലോക്ക് ചെയ്യാൻ സാധിക്കാതെ ഈ 12 പേരും തോൽക്കുന്നതുകൊണ്ട് 200 പുഷപ്പ് അടിക്കേണ്ടതായിട്ട് വരികയാണ്. പിന്നെ ഈ ഒരു ഗെയിമിന് ഒരു നിയമം ഉണ്ടായിരുന്നു, അതായത് 5000 ഫീറ്റിന് താഴെ ഫ്ലൈ സോൺ ഇല്ല. മാത്രവുമല്ല, മനഃപൂർവ്വം അല്ലെങ്കിൽ പോലും റൂസ്റ്ററിന്റെ അച്ഛന്റെ മരണത്തിന് ഒരു പരിധിവരെ നമ്മുടെ നായകനും കാരണക്കാരനാണ്. അപ്പൊ അതുകൊണ്ട് ഇവർ തമ്മിൽ ചെറിയൊരു ഈഗോയുടെ പ്രശ്നങ്ങളും ഉണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു ഡോഗ് ഫൈറ്റ്സ് നന്നായിട്ട് തന്നെ ഒന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഈ 12 പൈലറ്റ്സിൽ ഏറ്റവും കഴിവുള്ളവരായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട 2 പേരായിരുന്നു, ഒന്ന് റൂസ്റ്ററും ഒന്ന് ഹാങ്മാനും. ഹാങ്മാൻ പറയുന്ന പോലെയല്ല പ്രവർത്തിക്കുന്നത്. അത് ഹാങ്മാന്റെ ഒരു പോരായ്മയായിട്ട് പല സമയങ്ങളിലും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. നായകന് മനസ്സിലായ പ്രകാരം ഹാങ്മാനെയും റൂസ്റ്ററിനെയും കൂടെ എനിമി ടീമായിട്ട് വെച്ചിട്ട് ഒരു ഡോഗ് ഫൈറ്റ് കൂടെ അവസാനം നടക്കുന്നുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വിഷ്വൽസ് ആണ് ഈ ഒരു സമയത്ത് നമുക്ക് കിട്ടുക. ഈ ഒരു ഫൈറ്റ് തുടങ്ങുമ്പോൾ തന്നെ ഹാങ്മാന്റെയും റൂസ്റ്ററിന്റെയും ഫ്ലൈറ്റിന് തൊട്ട് താഴെ തന്നെ നമ്മുടെ നായകന്റെ F-18 നിൽക്കുന്നുണ്ട്. പക്ഷെ ഇവരിത് കാണുന്നില്ല. ഇവർ സംസാരിക്കുന്നതെല്ലാം നമ്മുടെ നായകൻ കേൾക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് റൂസ്റ്റർ അയാളെ കാണുന്നില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ നായകൻ റൂസ്റ്ററിന്റെ F-18 താഴെ നിന്ന് മുകളിലേക്ക് ഒരു വരവുണ്ട്. വളരെ സ്മൂത്ത് ആയിട്ടാണ് ആ ഒരു സീനൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത്. ശേഷം റൂസ്റ്റർ നമ്മുടെ നായകന്റെ പിന്നാലെ പോകുന്ന സമയത്ത് ഹാങ്മാൻ നമ്മുടെ നായകന്റെ F-18 മിസൈൽ ലോക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഓൾറെഡി നമ്മൾ മെൻഷൻ ചെയ്ത പോലെ തന്നെ ഹാർഡ് ഡെക്കിന്റെ അളവ് പറയുന്നത് 5000 ഫീറ്റ് ആയിരുന്നു. ആ ഒരു ഹൈറ്റിന്റെ താഴത്താണ് ശരിക്കും ഇപ്പോൾ നമ്മുടെ നായകനും റൂസ്റ്ററും ഉള്ളത്. ഈ സമയത്ത് പുള്ളപ്പ് എന്ന് പറഞ്ഞിട്ട് ഫ്ലൈറ്റ് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു 1000 ഫീറ്റിൽ എത്തുമ്പോഴത്തേക്ക് നായകൻ മുകളിലേക്ക് പുള്ളി ചെയ്യുന്നു. അതിന്റെ കാരണം എന്ന് വെച്ചാൽ വീണ്ടും താഴേക്ക് പോയി കഴിഞ്ഞാൽ റൂസ്റ്ററും തന്റെ ഒപ്പം വന്ന് ചിലപ്പോൾ ഫ്ലൈറ്റ് ക്രാഷ് ആവാനുള്ള സാധ്യതയുണ്ട്. നായകൻ ആദ്യം പുള്ളി ചെയ്തതുകൊണ്ട് തന്നെ നായകൻ മുന്നിലായി പോവുകയും റൂസ്റ്റർ പുറകിലാവുകയും ചെയ്യുന്നു. ഈ സമയത്ത് റൂസ്റ്ററിന് വേണമെന്നുണ്ടെങ്കിൽ നായകന്റെ F-18 ലോക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ സമയത്ത് ആൾട്ടിറ്റ്യൂഡ് വളരെ കുറഞ്ഞതായതുകൊണ്ട് ലോക്കിംഗ് സിസ്റ്റംസിന് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റത്തില്ലെന്ന് മാത്രമല്ല ഫ്ലൈറ്റിന്റെ കൺട്രോളും നല്ല രീതിയിൽ കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ നായകൻ പുള്ളപ്പ് ചെയ്ത് മുന്നിലേക്ക് എടുത്തത്. ഇത്രയും എക്സ്പീരിയൻസ് ഉള്ള ഒരാളായത് കൊണ്ടാവാം നമ്മുടെ നായകൻ അങ്ങനെ ചെയ്തത്. പക്ഷെ ഇതിന്റെ ഒന്നും 4/1 സമയം പോലും വേണ്ടിയിരുന്നില്ല നമ്മുടെ നായകന് ഫ്ലൈറ്റിനെ കൺട്രോൾ കൊണ്ടുവന്ന് റൂസ്റ്ററിന്റെ മുകളിലേക്ക് പുള്ളി ചെയ്ത് പുറകിലെത്തി റൂസ്റ്ററിന്റെ F-18 മിസൈൽ ലോക്ക് ചെയ്യാനായിട്ട്. ശേഷം ഇവർ ബേസിലേക്ക് റിട്ടേൺ ചെയ്യാണ്. അപ്പോൾ നമ്മുടെ നായകന്റെ ഫ്രണ്ടായിട്ടുള്ള ഹോണ്ടോയും ഈ ഒരു മിഷനിലുണ്ട്. ബ്ലാക്ക് സ്റ്റാറിന്റെ മിഷനിലും ഹോണ്ടോ നമ്മുടെ നായകന്റെ കൂടെ ഉണ്ടായിരുന്നു. ഈ സമയം റൂസ്റ്റർ പുഷപ്സ് എടുക്കുന്നത് ഹോണ്ടോയുടെ മേൽനോട്ടത്തിലാണ്. ഫ്രസ്ട്രേഷന്റെ കടലാണ് ഈ ഒരു സമയത്ത് റൂസ്റ്ററിന്റെ മനസ്സിലുള്ളത്. അത് റൂസ്റ്ററിന്റെ പുഷപ്സ് എടുക്കുന്ന രീതി കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഈ സമയത്ത് ഫീനിക്സ് വന്നിട്ട് റൂസ്റ്ററിനോട് സംസാരിക്കുന്നുണ്ട്, നീ നിന്റെ ഈഗോയൊക്കെ മാറ്റി വെച്ച് ഈ ഒരു മിഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യണം. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഹാങ്മാന്റെ കൂടെ ഈ ഒരു മിഷന് വേണ്ടിയിട്ട് പുറപ്പെടേണ്ടി വന്നാൽ അവൻ ലെഫ്റ്റിലേക്ക് തിരിക്കാൻ പറഞ്ഞിട്ട് റൈറ്റിലേക്ക് തിരിക്കും. അതുകൊണ്ട് അവന്റെ കൂടെ ഈ ഒരു മിഷനിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ മരണം ഉറപ്പ്
എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് നീ എന്തായാലും ഇതൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ റൂസ്റ്റർ റിപ്ലൈ ചെയ്യാണ്. എനിക്ക് അദ്ദേഹത്തോടുള്ള ഈഗോയുടെ കാരണം എന്താണെന്ന് വെച്ചാൽ നേവൽ അക്കാദമിയിലേക്കുള്ള എന്റെ അപേക്ഷ അയാൾ മനഃപൂർവ്വം പരിഗണിച്ചില്ല. അതുകൊണ്ടാണ് എനിക്ക് ഇത്രയും ദേഷ്യം. എന്റെ 4 വർഷമാണ് അത് കാരണം പോയത്. ഈ കാരണങ്ങളൊക്കെ കൊണ്ട് ഫ്രസ്ട്രേറ്റഡ് ആയതുകൊണ്ടാണ് റൂസ്റ്ററിന് നായകനോട് ഇത്ര ഫ്രസ്ട്രേഷൻ വരാനുള്ള കാരണം. അല്ലാതെ അദ്ദേഹത്തിന്റെ അച്ഛന്റെ മരണവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് ഫീനിക്സ് ചോദിക്കുമ്പോഴത്തേക്ക് റൂസ്റ്റർ മറുപടി ഒന്നും പറയുന്നില്ല. ഈ സമയം റൂസ്റ്ററുമായിട്ടുള്ള ഡോഗ് ഫൈറ്റിനിടയിൽ ഹാർഡ് ഡെക്ക് 5000 ഫീറ്റിന് താഴെ പോയതുകൊണ്ട് എയർബോസ് നമ്മുടെ നായകനെ ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. 5000 ഫീറ്റ് എന്ന് പറയുന്നത് കേവലം ഒരു റൂൾ മാത്രമല്ല, അത് ഗ്രാവിറ്റി പോലെ ദൃഢമായ ഒന്നാണെന്ന് എയർബോസ് നമ്മുടെ നായകനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ നായകൻ റിപ്ലൈ ചെയ്യുന്നത് നമ്മുടെ ഈ ഒരു മിഷന് വേണ്ടിയിട്ട് ഹാർഡ് ഡെക്ക് ഇനിയും താഴ്ത്തേണ്ടി വരും എന്നാണ്. പക്ഷെ പെട്ടെന്ന് എന്റെ അനുവാദമില്ലാതെ കേവലം ഒരു പരിശീലനത്തിന്റെ ഇടയിൽ ഇങ്ങനെ മാറ്റാമോ എന്ന് ചോദിച്ച് നമ്മുടെ നായകനെ എയർബോസ് ചീത്ത വിളിക്കുകയാണ്. ഈ സമയം തന്നെ അഡ്മിറൽ ബെയ്റ്റ്സ് നായകനോട് ചോദിക്കുന്നുണ്ട്, താങ്കൾ എന്താണ് അവരെ പഠിപ്പിക്കുന്നതെന്ന് താങ്കൾക്ക് ബോധമുണ്ടോ? അപ്പൊ നമ്മുടെ നായകൻ പറയുന്നത് അവരിതുവരെ നേരിടാത്ത മിഷനാണ് എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ എയർബോസ് ഇടയ്ക്ക് വീണ് പറയുകയാണ്, നിങ്ങളിപ്പോ സംസാരിക്കുന്നത് ഈ പ്ലാനറ്റിലെ തന്നെ ഏറ്റവും പ്രഗത്ഭരായ പൈലറ്റുമാരെ കുറിച്ചാണ് എന്ന് പറയുമ്പോൾ നായകൻ ഇന്റർസെപ്റ്റ് ചെയ്തിട്ട് എന്നാണ് അവരെ പറഞ്ഞ് പഠിപ്പിച്ചു വെച്ചിരിക്കുന്നത്. പക്ഷെ അവർക്ക് ഒരു ലോ ലെവലായിട്ടുള്ള ബോംബിംഗ് ആക്രമണവും റഡാറിന് താഴെ പറക്കാനുള്ള സ്കിൽസ് ഒന്നും അവർ ഇതുവരെ പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നങ്ങളെന്നൊക്കെ നമ്മുടെ നായകൻ എയർബോസിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. മാത്രവുമല്ല അവർ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും എക്സെപ്ഷണൽ ആയിട്ടുള്ള റൂൾസ് ആയിരിക്കും ഈ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് നായകൻ അവരെ ടീച്ച് ചെയ്യാൻ പോകുന്നത്. ഈ സമയം എയർബോസ് പറയുന്നുണ്ട്, ശരി എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, പക്ഷെ നിനക്ക് 3 ആഴ്ചകൾ മാത്രമാണുള്ളത്. അതിനുള്ളിൽ നീ അവരെ ഇതെല്ലാം പഠിപ്പിച്ച ശേഷം ഒരു ടീമായിട്ട് തന്നെ ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരെ പരിശീലിപ്പിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നായകൻ ഇന്റർസെപ്റ്റ് ചെയ്തിട്ട് ജീവനോടെ തിരിച്ചു വരുവാനും എന്നും അതിൽ കൂട്ടിച്ചേർക്കുകയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ബോസ് ഒന്ന് ആലോചിച്ചിട്ട് പറയുകയാണ്, രാവിലെ മുതൽ നീ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്നുള്ള കംപ്ലീറ്റ് പ്ലാൻ എനിക്ക് ഇവിടെ കിട്ടണമെന്ന് പറയും. ഇതേ സമയം തന്നെ നമ്മുടെ നായകൻ ഒരു ആപ്ലിക്കേഷൻ അങ്ങോട്ട് കൊടുക്കുകയാണ്. ഈ ആപ്ലിക്കേഷൻ എന്തിനാന്ന് വെച്ചാൽ 5000 ഫീറ്റിന്റെ താഴെ ഇനിയും ഹാർഡ് ഡെക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ ആയിരുന്നു. ഈ സമയം അഡ്മിറൽ ബെയ്റ്റ്സിന്റെ എക്സ്പ്രഷൻ കാണണം. ഇതേ സമയം ഹാങ്മാനും കൊയോട്ടിയും കൂടെ ടോപ്പ് ഗൺ ഫസ്റ്റിലെ ഒരു ഫോട്ടോ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഫോട്ടോയിൽ റൂസ്റ്ററിന്റെ അച്ഛനും നമ്മുടെ നായകന്റെയും ഫോട്ടോ കാണുമ്പോഴത്തേക്ക് ഇവര് നേരത്തെ തന്നെ ഒരുമിച്ചായിരുന്നല്ലേ എന്നുള്ള ടോക്കിങ്സ് ഒക്കെയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതേ സമയം തന്നെ നമ്മുടെ നായകൻ പെന്നിയുടെ ബാറിലേക്ക് വന്നേക്കാണ്. ഈ സമയം പെന്നിയുടെ മോളായിട്ടുള്ള അമീലിയയെ നമ്മുടെ നായകൻ ആ ഒരു ബാറിൽ വെച്ച് കണ്ടുമുട്ടുകയാണ്. കുട്ടിക്കാലത്തായിരുന്നു ഇതിനു മുന്നേ നായകൻ അമീലിയയെ കണ്ടിട്ടുള്ളത്. മാത്രമല്ല അവരുടെ ഒരു ബോട്ടിന് എന്തോ തകരാറുള്ളത് കൊണ്ട് എഞ്ചിൻ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോകാനായിട്ട് അമീലിയയെ കൂടെ കൊണ്ടുപോകാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയായിരുന്നു നമ്മുടെ പെന്നി. ഈ സമയം പഴയ ആ ഒരു പറ്റുകാശ് കൊടുത്തു തീർക്കാൻ വേണ്ടിയിട്ടാണ് നായകൻ ബാറിലേക്ക് വരുന്നത്. പക്ഷെ അമീലിയയ്ക്ക് എന്തോ ഒരു എക്സാംസോ ടെസ്റ്റോ എന്തോ ഉള്ളത് കൊണ്ട് അമീലിയയ്ക്ക് വരാൻ സാധിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നമ്മുടെ നായകൻ പെന്നിയെ ബോട്ട് വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു പായ് ബോട്ടിലാണ് അവരിപ്പോ ആ ഒരു ബോട്ട് വർക്ക്ഷോപ്പിലേക്ക് കൊണ്ടുപോകുന്നത്. ശേഷം പെന്നിയെ കൊണ്ട് വീട്ടിലാക്കിയ ശേഷം നായകൻ മടങ്ങുകയാണ്. ഇനിയാണ് നമ്മൾ ഈ കഥയുടെ പ്രധാന ഭാഗത്തിലേക്ക് കടക്കുന്നത്. ഈ ഒരു മിഷനെ കുറിച്ച് നായകൻ ഇപ്പോ പൈലറ്റ്സിന് എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സമയമാണ് നമ്മുടെ ശത്രു. അതെ, മിഷന്റെ 1ാം ഘട്ടത്തിൽ താഴ്ന്നു പറന്നുകൊണ്ട് 2 വിമാനങ്ങളുടെ ടീമായിട്ട് തിരിഞ്ഞ് ആക്രമിക്കണം. ഇപ്പോ കാണുന്ന ഈ ഒരു നോർത്ത് മലയിടുക്കിലൂടെ വേണം ലക്ഷ്യത്തിലേക്ക് സഞ്ചരിക്കാൻ. റഡാർ നിയന്ത്രണമുള്ള സർഫസ് ടു എയർ മിസൈൽസ് ആണ് ഈ ഒരു പ്രദേശം സംരക്ഷിക്കുന്നത്. സർഫസ് ടു എയർ മിസൈൽസിനെ സാംസ് എന്നാണ് വിളിക്കുന്നത്. ഈ മിസൈലുകൾക്ക് മാരക പ്രഹരശേഷിയാണ്. പക്ഷേ ഇവയ്ക്കൊരു പ്രത്യേകതയുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെയുള്ള മലയിടുക്ക് സംരക്ഷിക്കാനല്ല, മറിച്ച് മുകളിലെ ആകാശം സംരക്ഷിക്കുക മാത്രമാണ് അവയുടെ കർമ്മം. ഇതേ സമയം റൂസ്റ്റർ റിപ്ലൈ ചെയ്യുന്നുണ്ട്, അതിന് താഴെ കൂടി പറക്കാൻ മാത്രം വട്ടുള്ള ആരും ഈ ലോകത്തിൽ തന്നെ ഉണ്ടാവില്ലെന്ന് ശത്രുവിന് അറിയാമെന്ന്. ഉടനെ നായകന്റെ മറുപടി, അതാണ് ഞാൻ നിങ്ങളെ ഇപ്പോൾ പഠിപ്പിക്കാൻ പോകുന്നത്. മിഷന്റെ സമയത്ത് നിങ്ങളുടെ പരമാവധി ഉയരം 100 അടിയായിരിക്കും. ഈ ഒരു പരിധി നിങ്ങൾ ലംഘിച്ചു കഴിഞ്ഞാൽ റഡാർ നിങ്ങളെ കണ്ടെത്തും ആൻഡ് യു വിൽ ബി ഡെഡ്. നിങ്ങളുടെ വേഗത 660 നോട്ട്സും ആയിരിക്കും. മാത്രവുമല്ല ഇത് മിനിമം സ്പീഡായിട്ട് കൺസിഡർ ചെയ്യണം എന്നുമാണ് നായകൻ പറയുന്നത്. ലക്ഷ്യം കാണുവാനുള്ള നിങ്ങളുടെ സമയം 2.5 മിനിറ്റ് മാത്രമായിരിക്കും. കാരണം അവരുടെ വിമാനത്താവളത്തിൽ 5ാം തലമുറ പോർവിമാനങ്ങൾ ഡിഫൻസിന് വേണ്ടിയിട്ടുണ്ടാവും. 5th ജനറേഷൻ ഫൈറ്റേഴ്സിൽ നിന്ന് F-18 കൊണ്ട് രക്ഷപ്പെടുക എന്ന് പറഞ്ഞാൽ അസാധ്യമാണ്. അതുകൊണ്ട് തന്നെ ഈ വിമാനങ്ങൾക്ക് നിങ്ങളെ പിടിക്കാനുള്ള അവസരം കിട്ടുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ മിഷൻ കംപ്ലീറ്റ് ചെയ്ത് രക്ഷപ്പെട്ടിരിക്കണം. ഇവിടെയാണ് സമയം നിങ്ങളുടെ പ്രധാന ശത്രുവാകുന്നത്. വളരെ മനോഹരമായിട്ടാണ് നമ്മുടെ നായകൻ ഈ ഒരു മിഷൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്. ട്രെയിനിങ്ങിനായിട്ട് മലയിടുക്കിന്റെ മാതൃകയിൽ നിങ്ങളുടെ നാവിഗേഷൻ സിസ്റ്റം ഒരുക്കിയ സ്ഥലത്തുകൂടി വേണം നിങ്ങൾ പരിശീലനം ചെയ്യാനായിട്ട്. എത്ര വേഗത്തിൽ മലയിടുക്കിലൂടെ സഞ്ചരിക്കുന്നോ അത്രയും ബുദ്ധിമുട്ടായിരിക്കും റഡാർസിന് നിങ്ങളെ കണ്ടുപിടിക്കാൻ. വളവിന്റെ കാഠിന്യം കൂടുന്തോറും നിങ്ങളുടെ ശരീരത്തിൽ ഏൽക്കുന്ന ഗുരുത്വാകർഷണ ബലത്തിന് പല മടങ്ങ് വർധനവും ഉണ്ടാവും. നിങ്ങളുടെ ശ്വാസകോശം ചുരുങ്ങും, തലച്ചോറിലേക്കുള്ള രക്തയോട്ടം കുറയും. അത് നിങ്ങളുടെ പ്രതികരണ ശേഷിയെയും ചിന്താശേഷിയെയും ബാധിക്കും. ഇക്കാരണങ്ങൾ
കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ഇന്നത്തെ പരിശീലനം കുറച്ച് സിമ്പിൾ ആയിരിക്കും. പരമാവധി ഹാർഡ് ഡെക്ക് 300 ഫീറ്റ് ആയിട്ട് ഉയർത്തിയിട്ടുണ്ട്. ലക്ഷ്യത്തിലേക്കുള്ള സമയം 2.5 മിനിറ്റ് എന്നതിൽ നിന്ന് 3 മിനിറ്റിലേക്കും ഉയർത്തിയിട്ടുണ്ട്. അങ്ങനെ ഇവർ ആദ്യഘട്ട പരിശീലനത്തിന്റെ സമയത്ത് ഇവർക്ക് പരസ്പരം കോർഡിനേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ചില മിസ്റ്റേക്കുകൾ ഇവരുടെ കയ്യിൽ നിന്ന് വരുന്നുണ്ട്. അതായത് ആദ്യത്തെ പരിശീലന പറക്കലിന് നിയോഗിച്ചത് കൊയോട്ടിയെയും ഫീനിക്സിനെയും കൂടെയാണ്. 600 നോട്ട്സിൽ വളരെ കേർവി ആയിട്ടുള്ള ഒരു ടേൺ വരുമ്പോഴത്തേക്ക് ഫീനിക്സ് പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലാണ്ട് തന്നെ സ്പീഡ് കുറയ്ക്കുകയും തൊട്ട് പിന്നാലെ ഉണ്ടായിരുന്ന കൊയോട്ടിക്ക് തന്റെ ഫ്ലൈറ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ വരികയും മുകളിലേക്ക് ഉയർത്തുകയും ബ്രീച്ച് പോയിന്റ് കടന്ന് 300 മീറ്ററിന് മുകളിലെത്തുകയും സാമിന്റെ കണ്ണിൽ പെടുകയും ചെയ്യുന്നു. ഇതൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ ആനിമേറ്റഡ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത്. ഇതിന്റെ കാരണം എന്താണെന്ന് നായകൻ അവർക്ക് പ്രോപ്പർ ആയിട്ട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് പറ്റിയ ഒരു അവസ്ഥയാണിത്. മാത്രവുമല്ല, നിങ്ങളുടെ ടീമിൽ ആരെങ്കിലും ഒരാൾ മരണപ്പെട്ടാൽ പോലും നിങ്ങൾ പറയാൻ പോകുന്ന എക്സ്ക്യൂസസ് ഒക്കെ എന്നോടായിരിക്കില്ല, മരണപ്പെട്ടയാളുടെ ഫാമിലിയോടായിരിക്കും എന്നതുകൂടി ഓർമ്മയിൽ വെച്ചുകൊള്ളുക. രണ്ടാമത്തെ പറക്കല് പേ ബാക്കും ഹാങ്മാനുമായിട്ടായിരിക്കും. നമ്മുടെ ഹാങ്മാന് ഒരു പ്രത്യേക കഴിവുള്ളവനാണ്. അതായത് കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള ഒരു പൈലറ്റാണ്. ഹാങ്മാന്റെ വേഗത്തിനൊപ്പം പേ ബാക്കിന് എത്താൻ പറ്റാതെ വരികയും സ്പീഡ് കൂട്ടാൻ ശ്രമിക്കുന്ന സമയത്ത് ടെറൈനിൽ ഹിറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതിനും നമ്മുടെ നായകൻ പ്രോപ്പർ ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് നിങ്ങൾ കോൺസ്റ്റന്റ് ആയിട്ട് ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുക. അതായത് നിങ്ങൾക്ക് രണ്ടുപേർക്കും പറപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യുക മാത്രമാണ് ഇതിനുള്ള പരിഹാരം. അടുത്ത പരിശീലനം റൂസ്റ്ററും യേൽ എന്ന് പറയുന്ന വേറൊരാളെയും വെച്ചിട്ടായിരുന്നു. ഈ സമയത്ത് റൂസ്റ്റർ ഒരു കോൺസ്റ്റന്റ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ കറക്റ്റ് സമയത്ത് ടാർഗറ്റിലേക്ക് എത്താൻ സാധിച്ചില്ല. ഇവരുടെ ടീം ലീഡർ ആയിരുന്നു യേല് സ്പീഡ് കൂട്ടാൻ പറഞ്ഞിട്ടും നമ്മുടെ റൂസ്റ്റർ സ്പീഡ് കൂട്ടിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർ ടാർഗറ്റിലേക്ക് കുറച്ച് ലേറ്റ് ആയിട്ടാണ് എത്തിയത്. ഈ സമയത്തും നമ്മുടെ നായകൻ റൂസ്റ്ററിന് വേണ്ട ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട്. നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് ഒരു സ്പീഡ് കീപ്പ് ചെയ്യുന്നത് മാത്രമല്ല, നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഫ്ലൈറ്റിനെ പുഷ് ചെയ്ത് ലക്ഷ്യം സമയത്ത് തന്നെ കാണാനായിട്ട് ശ്രമിക്കുക. ഇല്ലെങ്കിൽ നീ ശത്രുവിന് നിന്നെ വെടിവെച്ചിടാനുള്ള സമയം കൊടുക്കുന്നതിന് തുല്യമാണെന്ന് റൂസ്റ്ററിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. ഈ സമയത്ത് ഈ അവസരം മുതലെടുത്തെന്ന പോലെ തന്നെ ഹാങ്മാൻ ഈ ഒരു പ്രശ്നത്തിൽ കയറി പിടിക്കുകയും അങ്ങനെ റൂസ്റ്ററുമായിട്ട് ഈ സമയം ചെറുതായിട്ട് അടി ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ പ്രശ്നങ്ങളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ നായകന്റെ സുഹൃത്തായിട്ടുള്ള ടോം കസാൻസ്കി, അതായത് ഐസ്മാൻ, നമ്മുടെ നായകന് മെസ്സേജ് അയക്കുകയാണ്, നീഡ് ടു സീ യു. അങ്ങനെ ഇവർ തമ്മിൽ മീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ നായകൻ ഐസ്മാനോട് പറയുകയാണ്. അതായത് ഇപ്പോൾ ഉള്ള പൈലറ്റ്മാരൊന്നും ഈ ഒരു മിഷന് വേണ്ടിയിട്ട് ഫിറ്റ് അല്ല. അപ്പോൾ ഐസ്മാൻ പറയുന്നത് അതിനു വേണ്ടിയിട്ടല്ലേ നീ ഇവിടെ ഉള്ളത്, അവരെ ട്രെയിൻ ചെയ്യേ, അതായത് അവരെ ഒരു ടീമാക്കി ടീം വർക്കോടെ നമുക്ക് ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നൊക്കെ നായകന് കോൺഫിഡൻസ് കൊടുക്കുകയാണ് തന്റെ ആത്മാർത്ഥ സുഹൃത്ത്. അങ്ങനെ ഐസ്മാന്റെ വാക്കുകൾ കേട്ടതുകൊണ്ടാവണം നമ്മുടെ നായകൻ വേറൊരു രീതിയിലാണ് ഇപ്പോൾ ഇവരെ ട്രെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരുമിച്ച് പുറത്തൊക്കെ കൊണ്ടുപോവുകയും ഗെയിംസിലൊക്കെ എന്റർടൈൻ ചെയ്യിച്ച് അങ്ങനെ ഒരു ടീമാക്കി തന്നെ ഒരു ഫാമിലിയാക്കി ഈ പൈലറ്റുമാരെ എല്ലാം ഒന്നിച്ചു ചേർക്കാനാണ് നമ്മുടെ നായകൻ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ടോപ്പ് ഗൺ എന്ന ഫസ്റ്റ് മൂവിയിലെ ബീച്ച് ഫുട്ബോൾ സീനിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ടോക്ക് ഫൈറ്റ് ബീച്ച് ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ എയർ ബോസ് നായകന്റെ അടുത്തേക്ക് വരികയും താങ്കൾ എന്താണ് ഈ കാണിക്കുന്നതെന്ന് ചോദിക്കുകയും ചെയ്യുമ്പോഴത്തേക്ക് സാർ എന്നോട് പറഞ്ഞത് ഇവരെ ഒരു ടീമായിട്ട് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കണമെന്നല്ലേ, ഹിയർ ഈസ് യുവർ ടീം. ഈ ബീച്ച് സീനിന് ശേഷം നമ്മുടെ നായകൻ പെന്നിയുടെ വീട്ടിലേക്ക് തിരിച്ചാക്കാൻ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെന്നി നായകനെ വീട്ടിലേക്ക് ഇൻവൈറ്റ് ചെയ്യുകയും അങ്ങനെ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഇവരുടെ പ്രണയം വീണ്ടും തുടങ്ങുകയും അങ്ങനെ ഇവർ തമ്മിലുള്ള കുറച്ച് റൊമാൻറ്റിക് സീൻസ് ഒക്കെയാണ്. പിന്നെ സംസാരത്തിനിടയിൽ റൂസ്റ്ററിന്റെ കാര്യത്തെക്കുറിച്ച് പെന്നി നമ്മുടെ നായകനോട് ചോദിക്കുന്നുണ്ട്, നീ എന്തുകൊണ്ടാണ് അവന്റെ പേപ്പേഴ്സ് മുക്കിയതെന്ന് ചോദിക്കുന്നുണ്ട്. ഈ സമയത്ത് നായകന്റെ മറുപടി എന്തായിരുന്നു വെച്ചാൽ, കൂസിന്റെ അപകടത്തിന് ശേഷം അവന്റെ അമ്മയ്ക്ക് അവൻ പറക്കുന്നത് പേടിയായിരുന്നു. അവർ മരിക്കുന്നതിന് മുൻപ് എന്നോട് സത്യം ചെയ്ത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കലും റൂസ്റ്ററിനെ പറക്കാനായിട്ട് അനുവദിക്കില്ല എന്ന്. അങ്ങനെ ആ ഒരു പ്രോമിസ് ബ്രേക്ക് ചെയ്യാതിരിക്കാനാണ് നായകൻ ഇങ്ങനെ ചെയ്തത്. മാത്രവുമല്ല, റൂസ്റ്ററിന് ഇതറിയാമോ എന്ന് പെന്നി നമ്മുടെ നായകനോട് ചോദിക്കുമ്പോഴത്തേക്ക് നമ്മുടെ നായകന്റെ മറുപടി ഇപ്രകാരമായിരുന്നു, എന്തായാലും അവനിപ്പോ എന്നെ വെറുക്കുന്നുണ്ടായിരിക്കും, ഞാൻ ഈ കാരണങ്ങളൊക്കെ പറഞ്ഞാൽ വെറുതെ അവന്റെ അമ്മയും അവൻ വെറുക്കും, അപ്പൊ അതുകൊണ്ട് ഞാനത് മനഃപൂർവ്വം തന്നെ അവനോട് ഇതുവരെ പറഞ്ഞിട്ടില്ല. ഈ സമയം പെന്നിയുടെ മകള് വീട്ടിലേക്ക് വരികയും അങ്ങനെ നമ്മുടെ നായകൻ കണ്ടം വഴി ഇറങ്ങി ഓടാൻ നോക്കുമ്പോഴത്തേക്ക് ഈ മോളുടെ മുന്നിലേക്കാണ് നമ്മുടെ നായകൻ ചാടി വീഴുക. അപ്പോൾ മോള് നമ്മുടെ നായകനോട് പറയുന്നത്, ഇനിയും എന്റെ അമ്മയുടെ ഹൃദയം വേദനിപ്പിക്കരുത്. ദ നെക്സ്റ്റ് ഡേ അഡ്മിറൽ ബേറ്റ്സ് ഒരു മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ഈ സമയം അഡ്മിറൽ ബേറ്റ്സ് പറയുന്നത്, നമ്മൾ വിചാരിച്ചതിനേക്കാളൊക്കെ ഒത്തിരി നേരത്തെ ഈ ഒരു യുറേനിയം എൻറിച്ച്മെന്റ് പ്ലാന്റിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നതായി ഞാൻ കേട്ടു. 10 ദിവസത്തിനകം അസംസ്കൃത യുറേനിയം പ്ലാന്റിലേക്ക് എത്തും. തൽഫലമായി നിങ്ങളുടെ മിഷൻ ഒരാഴ്ച നേരത്തേക്ക് മാറ്റിയിരിക്കുന്നു. താഴ്വരയിൽ റേഡിയേഷൻ പരക്കാതിരിക്കാനാണ് ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് കൊയോട്ടി ചോദിക്കുന്നുണ്ട്, പക്ഷേ സർ, ഇതുവരെ നമ്മൾ ആരും ഈ ഒരു മിഷന്റെ ട്രയൽസ് പോലും കംപ്ലീറ്റ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ബേറ്റ്സ് പറയുന്നത്, പക്ഷേ നമുക്ക് ഇതുമായിട്ട് മുന്നോട്ട് പോകാനാണ് മുകളിൽ നിന്നുള്ള ഉത്തരവ്. ശേഷം നമ്മുടെ നായകനാണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. 2ാം ഘട്ട പരിശീലനത്തിന്
വരുന്നതിന് നമുക്കാകെ ഒരാഴ്ച മാത്രമേ ഉള്ളൂ. ഈ മിഷന്റെ ഏറ്റവും ബുദ്ധിമുട്ടേറിയ ഭാഗമാണിത്. കുത്തനെയുള്ള കയറ്റവും ആക്രമണവും ഒരുമിച്ചാണ്. ഇത് വിജയിക്കണമെങ്കിൽ കുറഞ്ഞത് 2 അത്ഭുതങ്ങളെങ്കിലും സംഭവിക്കണം. മിറക്കിൾ നമ്പർ 1, 2 ജോഡി F-18 ഒരു വെൽഡഡ് വിംഗ് വ്യൂഹമായി പറക്കണം. പ്രോപ്പറായിട്ടുള്ള ടീം വർക്കും പ്രിസൈസ് ആയിട്ടുള്ള കോർഡിനേഷനും കൊണ്ട് മാത്രമേ നിങ്ങൾക്കിത് വിജയിക്കുവാനും ജീവനോടെ രക്ഷപ്പെടാനും നിങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. മാത്രവുമല്ല, വിമാനങ്ങളുടെ കൃത്യമായ ഏകോപനവും ഇതിന് ആവശ്യമാണ്. ടീം വർക്കും ഈ വിമാനങ്ങളുടെ കൃത്യമായ ഏകോപനവും പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും ലക്ഷ്യം കാണുവാനും നിങ്ങൾ ജീവനോടെ രക്ഷപ്പെടുവാനും വളരെയധികം അത്യാവശ്യമാണ്. 2 പർവ്വതങ്ങൾക്കിടയിലാണ് നമ്മൾ പദ്ധതി നടപ്പാക്കേണ്ടതെന്ന് അറിയാമല്ലോ. അവസാന ഘട്ടത്തിലെ ചെങ്കുത്തായിട്ടുള്ള കയറ്റമാണ് ആദ്യം. അതുവഴി നിങ്ങൾക്ക് പരമാവധി താഴ്ന്നു പറക്കുകയും ആക്രമിക്കാനുള്ള ഒരേ ഒരു ആംഗിള് തുറന്നു കിട്ടുകയും ചെയ്യും. കൂടാതെ കേവലം 3 മീറ്റർ പോലും വ്യാസമില്ലാത്ത ഒരു പോയിന്റാണ് നിങ്ങളുടെ ലക്ഷ്യസ്ഥാനം. 2 സീറ്റ് F-18 ലേസർ ബുൾസായി ഉപയോഗിച്ച് ലക്ഷ്യം കണ്ടെത്തി തരും. ആദ്യത്തെ ജോഡി വെന്റിലേറ്റർ വഴി ലേസർ ഉപയോഗിച്ച് ബോംബിട്ട് റിയാക്ടറിന്റെ കവചം തകർക്കണം. ഇത് രണ്ടാമത്തെ ജോഡിക്കുള്ള കവാടം തുറന്നു തരും. ഇത്രയുമാണ് ആദ്യത്തെ അത്ഭുതം. രണ്ടാമത്തെ ടീമാണ് മെയിൻ ബോംബ് വർഷിക്കുക, ലക്ഷ്യത്തെ തകർക്കുക. ഇതാണ് രണ്ടാമത്തെ അത്ഭുതം. ഏതെങ്കിലും ഒരു ടീമിന് ലക്ഷ്യം തെറ്റിയാൽ പോലും മിഷൻ പരാജയപ്പെടും. മാത്രവുമല്ല, പർവ്വതത്തിൽ ഇടിക്കാതെ തന്നെ അതിവേഗത്തിൽ കുത്തനെ കയറി വേണം പുറത്തു കടക്കാൻ. വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു കയറ്റത്തിൽ കുറഞ്ഞത് 8 ടൈംസ് ദ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് നിങ്ങൾ നേരിടേണ്ടി വരും. ഈ സമയം നമ്മുടെ നായകൻ അത് ചെറുതായിട്ടൊന്ന് തിരുത്തുന്നുണ്ട്. 8 ടൈംസ് അല്ല, കുറഞ്ഞത് 9 ടൈംസ് എങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ആക്ട് ചെയ്യും. പക്ഷേ പ്രാക്ടിക്കലി F-18 കവചത്തിന്റെ സഹനശേഷി 7.5 G മാത്രമാണ്. ഇതേസമയം നമ്മുടെ നായകൻ പറയുന്നത് അത് അംഗീകരിക്കപ്പെട്ട പരിധിയാണ്. പക്ഷേ ഈ മിഷൻ കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അതിനേക്കാളും കൂടുതൽ പുഷ് ചെയ്താൽ മാത്രമേ ഈ ഒരു മിഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. കവചം ഒടിക്കേണ്ടി വന്നാൽ പോലും ഉയർന്നു വരുന്ന വേഗം കാരണം നിങ്ങളുടെ ഭാരം 2000 പൗണ്ടെങ്കിലും കൂടും. നിങ്ങളുടെ തലയോട്ടി നട്ടലിനെ ഞെരിക്കും. നെഞ്ചിലൊരു ആനയിരിക്കുന്നത് പോലെ നിങ്ങളുടെ ശ്വാസകോശം ഉള്ളിലേക്ക് അമരും. ബോധം മറഞ്ഞു പോകാതിരിക്കാൻ നിങ്ങൾ സർവ്വശക്തിയുമെടുത്ത് ശ്രമിക്കണം. എന്നാൽ ഇവിടെയാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആക്രമിക്കപ്പെടാൻ സാധ്യത. ഇതാണ് കോഫിൻ കോണ്. സപ്പോസ് നിങ്ങൾ പർവ്വതത്തിൽ ഇടിക്കാതെ രക്ഷപ്പെട്ടെന്നിരിക്കട്ടെ. നിങ്ങളുടെ എയർ സ്പീഡ് എല്ലാം നഷ്ടപ്പെട്ട് നിങ്ങൾ ചെന്ന് കയറാൻ പോകുന്നത് ശത്രുവിന്റെ സാംസിലേക്കാണ്, അതായത് റഡാറുകളിലേക്ക്. നിമിഷങ്ങൾക്കകം ശത്രുവിന്റെ മിസൈലുകൾ നിങ്ങളെ ലക്ഷ്യമാക്കി കുതിക്കും. അങ്ങനെ ഇത്രയും കേട്ട് കഴിയുമ്പോഴത്തേക്ക് ഫീനിക്സ് നമ്മുടെ നായകനോട് ചോദിക്കുകയാണ്, സർ, ഇനിയും ഇത് പോസിബിൾ ആണോ? അപ്പോൾ നമ്മുടെ നായകന്റെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള മറുപടിയാണ്, അത് ഇതിനെ ഒന്നും ഡിപ്പെൻഡ് ചെയ്തല്ല ഇരിക്കുക, അത് വിമാനം പറത്തുന്ന പൈലറ്റിനനുസരിച്ചായിരിക്കും. അങ്ങനെ ഈ ഒരു ക്ലാസ്സിന് ശേഷം അവർ വളരെ പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടാണ് 2ാം ഘട്ട പരിശീലനം കംപ്ലീറ്റ് ചെയ്യുന്നത്. എന്നാൽ ഈ സമയം നമ്മുടെ നായകൻ പ്ലാനിൽ വേറൊരു കാര്യം കൂടെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. അതായത് ഇവരെ സ്പോട്ട് ചെയ്ത് തകർക്കാൻ വരുന്ന ശത്രു വിമാനമായി നമ്മുടെ നായകന്റെ ഫ്ലൈറ്റ് ആക്ട് ചെയ്യുകയാണ്. ഇവരുടെ കോൺസെൻട്രേഷൻ കൂടുതൽ ഉറച്ചതാക്കാനായിരുന്നു നമ്മുടെ നായകൻ ഇങ്ങനെ ഒരു പടി മുന്നോട്ട് വെച്ചത്. അങ്ങനെ അവര് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തി ബോംബിട്ട ശേഷം മുകളിലേക്കുള്ള ക്ലൈംബിങ്ങിന്റെ സമയത്ത് 8 മടങ്ങ് വർദ്ധിച്ചിട്ടുള്ള ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി കാരണം നമ്മുടെ കൊയോട്ടിയുടെ ബോധമങ്ങ് മറഞ്ഞു പോവുകയാണ്. അങ്ങനെ കൊയോട്ടിയുടെ F-18 കൺട്രോളിൽ നിന്ന് മാറിപ്പോവുകയാണ്. ഇത് മനസ്സിലാക്കിയ നമ്മുടെ നായകൻ കൊയോട്ടിയുടെ ഫ്ലൈറ്റിന്റെ പുറകെ പോയി മിസൈൽ ലോക്ക് ചെയ്യുമ്പോഴുള്ള ടോൺ കേൾപ്പിച്ചാണ് നമ്മുടെ കൊയോട്ടിയെ ഇതിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത്. അങ്ങനെ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു വരുമ്പോഴത്തേക്കാണ് ഫീനിക്സിന്റെ F-18 പെട്ടെന്ന് തന്നെ ബാഡ് സ്ട്രൈക്ക് സംഭവിക്കുകയും ഫീനിക്സിന്റെ F-18 ഒരു എഞ്ചിന് തീ പിടിക്കുകയും ഇത് മനസ്സിലാക്കിയ ഫീനിക്സ് ഫ്ലൈറ്റിനെ മുകളിലേക്ക് ഉയർത്തുകയും വേഗത കുറച്ച ശേഷം എഞ്ചിൻ ഓഫ് ചെയ്ത് എക്സ്റ്റിംഗ്വിഷ് ചെയ്ത ശേഷം വീണ്ടും സ്റ്റാർട്ടാക്കുകയും ചെയ്യുന്നു. ഈ സമയം വലത്തെ എഞ്ചിന് തീ പിടിക്കുകയും അങ്ങനെ ഫ്ലൈറ്റ് കൺട്രോളിൽ നിന്ന് പോവുകയും ചെയ്യുന്നു. എഞ്ചിനിലേക്കുള്ള ഇന്ധനത്തിന്റെ ഒഴുക്ക് നിർത്തുകയും എക്സ്റ്റിംഗ്വിഷ് ചെയ്ത ശേഷം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഫ്ലൈറ്റിന്റെ കൺട്രോൾ പൂർണ്ണമായും ഫീനിക്സിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുകയും ഫ്ലൈറ്റ് എങ്ങോട്ടൊന്നില്ലാതെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവര് അപകടത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയ നമ്മുടെ നായകൻ റേഡിയോയിലൂടെ സംസാരിക്കുന്നുണ്ട്. അതിന് നിങ്ങളുടെ കൺട്രോളിൽ കിട്ടില്ല, അതുകൊണ്ട് ഇജക്ട് എന്ന് നമ്മുടെ നായകൻ പറയുന്നുണ്ട്. പക്ഷെ ഫീനിക്സ് വീണ്ടും ഒരു ട്രൈ കൂടെ ചെയ്യുകയാണ്. പക്ഷെ സാധിക്കില്ല എന്ന് മനസ്സിലാക്കിയ സമയത്ത് പെട്ടെന്ന് തന്നെ രണ്ടുപേരും ഇജക്ട് ചെയ്യുന്നു. അങ്ങനെ ഫ്ലൈറ്റ് ചെന്ന് ഒരു മലയിടുക്കിലിടിച്ച് പൊട്ടിച്ചിതറി പോവുകയാണ്. വളരെയധികം എക്സൈറ്റിംഗ് ആയിട്ടുള്ള ടോം ക്രൂസിന്റെ ടോപ്പ് ഗൺ മാവറിക് എന്ന സിനിമയുടെ 2ാം ഭാഗമാണ് നിങ്ങളിപ്പോൾ കേട്ടത്. 1ാം ഭാഗം നമ്മൾ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്.
അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. 3-ാം ഭാഗം ഇതിലും ഇൻട്രസ്റ്റിംഗ് ആണ്. അടുത്ത ദിവസം തന്നെ നമ്മൾ അത് അപ്ലോഡ് ചെയ്യുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇതുപോലെയുള്ള ലോക സിനിമകൾ മലയാളത്തിൽ കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റുകളായിട്ട് നമ്മളെ അറിയിക്കുക. അടുത്ത ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും